കമിഴ്ത്തി വെച്ച ഒരു വെങ്കല ഉരുളി ഇത് എങ്ങനെയാണ് ഒരു ജീവനെ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാം. മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ എന്നുള്ളത്. കേരളത്തിൽ 10,000-കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ഒരു സർപ്പക്കാടിനുള്ളിൽ ഒരമ്മ ക്ഷേത്രം ഭരിക്കുന്ന ഒരു പൂജാരിയായി ഇരിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് ലോകപ്രശസ്തമായ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലാണ്. ഭക്തിയുടെ കണ്ണീർ വീഴുന്നിടത്ത് മണ്ണാറശാല നാഗരാജാവ് അത്ഭുതങ്ങൾ എഴുതും. ഒരൊറ്റ കാവിനുള്ളിൽ ലക്ഷക്കണക്കിന് നാഗപ്രതിമകൾ. ഇന്നും ഇവിടുത്തെ നാഗമുത്തശ്ശൻ നിലവറയ്ക്കുള്ളിൽ ജീവനോടെ ഉണ്ട് എന്നാണ് വിശ്വാസം. അധികമാരും താമസിക്കാതിരുന്ന ഒരു കാട്ടിന്റെ മധ്യത്ത് കുട്ടികളില്ലാതിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം എന്ന താമസം. ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും വ്രതത്തിനും ഒടുവിൽ ആ അമ്മയ്ക്ക് ഒരു ദിവ്യ സ്വപ്നം ലഭിക്കുന്നു. അതിനുശേഷം ആ അമ്മയ്ക്ക് 2 ഇരട്ട കുട്ടികൾ ജനിക്കുന്നു. ഒരാൾ മനുഷ്യ ശിശുവും മറ്റൊരാൾ ദിവ്യനാഗവും. അങ്ങനെ അമ്മ ഈ ദേശം കാക്കുന്ന, ഈ കാട് കാക്കുന്ന മണ്ണാറശാല അമ്മയായി മാറി. ഈ ക്ഷേത്രത്തിൽ എത്ര വലിയ കാറ്റടിച്ചാലും എത്ര വലിയ മഴ പെയ്താലും ചുറ്റമ്പലത്തിലെ വിളക്കുകൾ അണയാറില്ല എന്നാണ് പറയപ്പെടുന്നത്. നാഗദൈവങ്ങളുടെ അദൃശ്യമായ ഒരു കാവലാണ് ഇതിന് പിന്നിൽ. മണ്ണാറശാല ഇല്ലത്ത് കാത്തു സൂക്ഷിക്കുന്ന നാഗമുത്തശ്ശൻ വസിക്കുന്നത് ഇവിടുത്തെ നിലവറയിലാണ്. സാധാരണക്കാർക്ക് ഇവിടെ പ്രവേശനവുമില്ല. ഈ നിലവറയുടെ വാതിൽ ആരും തുറക്കാറുമില്ല. ഇവിടെ 1,00,000-ലധികം നാഗപ്രതിമകൾ ഉണ്ടെങ്കിലും കാവിനുള്ളിൽ വസിക്കുന്ന ഒരു പാമ്പുകൾ ഒരൊറ്റ ഭക്തനെ പോലും ഇന്നുവരെ ഉപദ്രവിച്ചിട്ടുമില്ല. അവ മനുഷ്യനുമായി ഇണങ്ങി ജീവിക്കുന്നവയാണ്. സന്താന സൗഭാഗ്യത്തിനായി ഉരുളി കമിഴ്ത്തൽ വഴിപാട്. വിവാഹം കഴിഞ്ഞ് 3 വർഷം വരെ കുട്ടികളുണ്ടാവാത്ത ദമ്പതിമാരാണ് ഉരുളി കമിഴ്ത്തൽ വഴിപാട് ചെയ്യുന്നത്. നാഗരാജാവിന്റെയും സപ്തയക്ഷിയമ്മയുടെയും മുന്നിൽ പൂജിച്ച ഓട്ടുരുളി 3 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം അമ്മയുടെ മുന്നിൽ കമിഴ്ത്തും. വളരെയേറെ ക്രിയകളും പ്രത്യേകതകളുമുള്ള ഈ ഉരുളി കമിഴ്ത്തൽ വഴിപാട് ക്ഷേത്രാചാര്യന്മാരുടെ വ്യക്തമായ നിർദ്ദേശപ്രകാരം മാത്രമാണ് ചെയ്യേണ്ടത്. ക്ഷേത്രത്തിനുള്ള സംവിധാനങ്ങളുണ്ട്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരും ഇവിടെ എത്തണം, അമ്മയെ കാണണം, അമ്മയെ കണ്ട് ഈ വഴിപാട് ചെയ്യണം. ഉറപ്പായും അമ്മ അതിനുള്ള വഴിയുണ്ടാകും.